കേരള രാഷ്ട്രീയത്തെ ഉലയ്ക്കുന്ന അതീവ നിർണായകരമായ ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ വാർത്തയാണ് തലസ്ഥാനത്ത് നിന്നും പുറത്തുവരുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ അദാനി ഗ്രൂപ്പിന്റെ വിവാദ ഓഹരി കൈമാറ്റ നീക്കത്തിന് ശക്തമായി തടയിടാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരിട്ട് രംഗത്തെത്തിയിരിക്കുന്നു. അദാനി ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഏകപക്ഷീയവും നിയമവിരുദ്ധവുമായ നടപടികൾ ഒരു കാരണവശാലും അനുവദിക്കരുതെന്ന് ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വത്തിന് കർശന നിർദ്ദേശം നൽകി. കോർപ്പറേറ്റ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങരുതെന്ന് വ്യക്തമാക്കി പാർട്ടി കേന്ദ്ര നേതൃത്വം തങ്ങളുടെ ശക്തമായ നിലപാട് മുഖ്യമന്ത്രി വി.ഡി. സതീശനെ ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു. ഹൈക്കമാൻഡിന്റെ കർശനമായ ഇടപെടലിനെ തുടർന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അദാനി ഗ്രൂപ്പിനെ നേരിട്ട് അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനെ ഇരുട്ടിൽ നിർത്തിയ ഈ വൻ ഇടപാടിൽ കടുത്ത പരിശോധനകൾക്ക് ശേഷമേ ഇനി തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് സർക്കാർ നിലപാട്. ഇതോടെ പ്രതിരോധത്തിലായ അദാനി ഗ്രൂപ്പ് ഇപ്പോൾ ഔദ്യോഗികമായി സർക്കാരിന്റെ അനുമതി തേടി അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റ നീക്കത്തിൽ ശക്തമായി തടയിടാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അദാനി ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഏകപക്ഷീയവും നിയമവിരുദ്ധവുമായ ഈ നടപടി ഒരു കാരണവശാലും അനുവദിക്കരുതെന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അസന്നിഗ്ധമായ നിലപാട്. അദാനി ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നുള്ള യാതൊരുവിധ സമ്മർദ്ദങ്ങൾക്കും വഴങ്ങരുതെന്ന് വ്യക്തമാക്കി പാർട്ടി കേന്ദ്ര നേതൃത്വം തങ്ങളുടെ ശക്തമായ നിലപാട് മുഖ്യമന്ത്രി വി.ഡി. സതീശനെ ഔദ്യോഗികമായി അറിയിക്കുകയായിരുന്നു. തുറമുഖ കരാറിലെ പ്രധാന വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് അദാനി ഗ്രൂപ്പ് കാര്യങ്ങൾ നീക്കിയതിനെ കോൺഗ്രസ് അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. സംസ്ഥാന സർക്കാരിനെ മുൻകൂട്ടി അറിയിക്കുകയോ യാതൊരുവിധ കൂടിയാലോചനകൾ നടത്തുകയോ ചെയ്യാതെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ കൈമാറിയത് ഗുരുതരമായ കരാർ ലംഘനമാണ്. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും പൂർണ്ണമായും സുതാര്യമായിരിക്കണമെന്നും ഇതിൽ യാതൊരുവിധ സംശയത്തിന്റെ കണിക പോലും ഉണ്ടാകാൻ പാടില്ലെന്നുമാണ് കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കുന്നത്. ഹൈക്കമാൻഡിന്റെ കർശന നിർദ്ദേശം ലഭിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അദാനി ഗ്രൂപ്പിനെതിരെ കടുത്ത നടപടികളിലേക്ക് നീങ്ങി. വിഴിഞ്ഞത്തെ ഓഹരികൾ അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനിയായ MSCക്ക് നൽകിയതിന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അദാനി ഗ്രൂപ്പിനെ നേരിട്ട് തന്റെ കടുത്ത അതൃപ്തി അറിയിച്ചു. ഓഹരി കൈമാറ്റം നടത്തണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂട്ടിയുള്ള ഔദ്യോഗിക അനുമതി നിർബന്ധമായും വാങ്ങിയിരിക്കണം. സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ വിഴിഞ്ഞത്തെ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താനാകുമെന്ന് സർക്കാർ കമ്പനിയെ കടുപ്പത്തിൽ അറിയിച്ചിട്ടുണ്ട്. അദാനി ഗ്രൂപ്പിന്റെ ഈ നീക്കത്തിന്മേലുള്ള തുടർന്നുള്ള എല്ലാ തീരുമാനങ്ങളും അതീവ കർശനമായ ഔദ്യോഗിക പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഉണ്ടാകൂ മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. കേരള രാഷ്ട്രീയത്തിൽ വലിയ പുകലിന് കാരണമായി വിഴിഞ്ഞം ഇടപാടിന്റെ സാമ്പത്തിക മൂല്യത്തിലേക്ക് നോക്കുമ്പോൾ അത് ഏതൊരാളെയും അമ്പരപ്പിക്കുന്ന ഒന്നാണ്. അണിയറയിൽ അതീവ രഹസ്യമായി കോടികളുടെ വൻ ബിസിനസ് സാമ്രാജ്യത്വ നീക്കങ്ങളാണ് അദാനി ഗ്രൂപ്പ് നടത്തിയത്. എന്നാൽ ഈ വൻ ഇടപാട് പുറത്തുവരികയും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴി തുറക്കുകയും ചെയ്തതോടെ ഇതുവരെ ഏകപക്ഷീയമായി നീങ്ങി അദാനി ഗ്രൂപ്പിന് ഒടുവിൽ തങ്ങളുടെ നിലപാട് മാറ്റേണ്ടി വന്നു. സംസ്ഥാന സർക്കാരിനെ മറികടക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ കോർപ്പറേറ്റ് ഭീമന്മാർ ഒടുവിൽ ഔദ്യോഗികമായി അനുമതി തേടി അപേക്ഷയുമായി സർക്കാരിന്റെ വാതിക്കൽ എത്തി നിൽക്കുന്ന കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. വിപണിയെയും സാമ്പത്തിക ലോകത്തെയും ഞെട്ടിച്ചുകൊണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ വൻ കൈമാറ്റത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അദാനി ഗ്രൂപ്പിന്റെ പ്രധാന ഉപസ്ഥാപനമായ അദാനി പോർട്സിന് കീഴിലുള്ള അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ്സിന്റെ ഓഹരിയാണ് വിൽക്കാൻ നീക്കം നടത്തിയത്. ഈ കമ്പനിയുടെ ആകെ ഓഹരികളിൽ 49% ഓഹരികളാണ് പ്രമുഖ അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനിയായ MSCക്ക് കൈമാറാൻ അദാനി ഗ്രൂപ്പ് കരാറിൽ ഏർപ്പെട്ടത്. MSC ഗ്രൂപ്പിന്റെ ഔദ്യോഗിക ടെർമിനൽ വിഭാഗമായ ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ്സിന്റെ ഉപസ്ഥാപനമായ മുണ്ടി ലിമിറ്റഡ് ആണ് ഈ 49% ഓഹരികൾ നേരിട്ട് സ്വന്തമാക്കുന്നത്. സാമ്പത്തിക ലോകത്തെ അമ്പരപ്പിക്കുന്ന ഏകദേശം 13,000 കോടി രൂപയ്ക്കാണ് ഈ വമ്പൻ അന്താരാഷ്ട്ര ഓഹരി കൈമാറ്റ ഇടപാട് ഉറപ്പിച്ചത്. വിഴിഞ്ഞത്തെ ഈ രഹസ്യ ഓഹരി കൈമാറ്റ നീക്കം വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറുകയും പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ രംഗത്തെത്തുകയും ചെയ്തതോടെ അദാനി ഗ്രൂപ്പ് ഔദ്യോഗികമായി സംസ്ഥാന സർക്കാരിന്റെ അനുമതി നേടാൻ നിർബന്ധിതരായി. ഇതിനായി അവർ VISL MDക്ക് ഔദ്യോഗികമായി അപേക്ഷ സമർപ്പിച്ചു. കോൺഗ്രസ് ഹൈക്കമാൻഡിന് പുറമെ ഭരണപക്ഷത്തുള്ള CPM-ഉം ഈ നീക്കത്തിനെതിരെ അതീവ കർശനമായ നിലപാടുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖം പൂർണ്ണമായും സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് വിധേയമായിരിക്കണമെന്നാണ് അവരുടെ ആവശ്യം. വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റം സെബി അറിഞ്ഞിരുന്നു എന്ന നിർണായക വിവരം പുറത്തു വരുമ്പോഴും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ശക്തമായ ഇടപെടലോടെ ഈ വിഷയം വൻ രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ്. കോർപ്പറേറ്റ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കുമ്പോൾ അദാനി ഗ്രൂപ്പ് സമർപ്പിച്ച അപേക്ഷയിൽ സർക്കാർ കൈക്കൊള്ളുന്ന അന്തിമ തീരുമാനം എന്തായിരിക്കുമെന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്.